നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ BJPയുടെ വിജയത്തിൽ ആരോപണ പ്രത്യാരോപണവുമായി മുന്നണികൾ. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ തോറ്റതിന് പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ പോര്. ലോക പരിസ്ഥിതി ദിനത്തിൽ നാടെങ്ങും വിപുലമായ പരിപാടികൾ. കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം. വരുന്ന 5 ദിവസം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ തോറ്റതിന് പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ പോര്. കോൺഗ്രസ് നേതാവ് TN പ്രതാപനും തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനുമെതിരെ DCC ഓഫീസ് മതിലിൽ പോസ്റ്റർ പതിച്ചു. ജോസ് വള്ളൂർ രാജിവെക്കുക, പ്രതാപന് ഇനി വാർഡിൽ പോലും സീറ്റില്ല എന്നിങ്ങനെ എഴുതിയ പോസ്റ്ററുകളാണ് മതിലിൽ പതിച്ചത്. മുരളീധരന്റെ തോൽവിയോടെ തൃശൂർ കോൺഗ്രസിലുണ്ടായ ഭിന്നതയും തർക്കവുമാണ് ഇതോടെ മറ നീക്കി പുറത്തുവരുന്നത്. പോസ്റ്റർ നീക്കം ചെയ്തെങ്കിലും മുരളീധരന്റെ തോൽവിയിൽ തൃശൂർ കോൺഗ്രസിൽ പോര് ഇനിയും രൂക്ഷമായേക്കും. തോൽവിയിൽ K മുരളീധരൻ നേതൃത്വത്തിനെതിരെ നേരത്തെ രംഗത്തെത്തിയിരുന്നു. തനിക്ക് വേണ്ടി പ്രചാരണത്തിന് നേതാക്കൾ ആരും എത്തിയില്ലെന്നും സംഘടനാ തലത്തിൽ കാര്യമായ പ്രവർത്തനം നടന്നില്ലെന്നുമായിരുന്നു മുരളീധരന്റെ ആരോപണം. തൃശൂരിൽ തന്നെ കുരുതി കൊടുക്കുകയായിരുന്നുവെന്നും വടകരയിൽ താൻ മത്സരിച്ചിരുന്നുവെങ്കിൽ ജയിക്കുമായിരുന്നുവെന്നും മുരളീധരൻ ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് മുരളീധരന്റെ തോൽവിയിൽ പ്രതിഷേധിച്ച് പ്രതാപനും ജോസ് വള്ളൂരിനുമെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയത്. സംഭവത്തിൽ TN പ്രതാപനും ജോസ് വള്ളൂരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. K മുരളീധരൻ BJPയിലേക്ക് വരുമെന്ന് പത്മജ വേണുഗോപാൽ. K മുരളീധരൻ അടക്കം കോൺഗ്രസിലെ പലരും BJPയിലേക്ക് വരും. മുരളീധരൻ എന്ന തന്റെ ചേട്ടന് താൻ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. നല്ല ബുദ്ധിയും ബോധവുമുള്ള ആളാണ് K മുരളീധരൻ. മുരളീധരൻ വേണ്ട കാര്യം അദ്ദേഹം ചെയ്തോളും. ആരൊക്കെയാണ് കുഴിയിൽ ചാടിച്ചതെന്ന് DCC ഓഫീസിന്റെ മുന്നിൽ പോസ്റ്ററിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നും പത്മജ വേണുഗോപാൽ തൃശൂരിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഈ പറയുന്ന നേതാക്കന്മാരുടെ പേര് പറയാൻ പോലും എനിക്കിഷ്ടമല്ല. പേര് പറയാൻ പോലും അത്രമാത്രം വേദനിപ്പിച്ച് കണ്ണീരോടുകൂടി എന്നെ ഈ പാർട്ടി നിറക്കി വിട്ടത് വെള്ളം കൂടി. അതാണ് അതിൽ ഒരു സംശയം. ഞാൻ ഈ ലോകത്തിൽ എവിടെ ചെന്നാലും ഞാൻ പറയും, ഈ ന്യൂനപക്ഷ വോട്ടുകളുള്ള ഗുരുവായൂർ മുരളീധരൻ മുന്നിലാണോ? അതെ, അത് നമ്മൾ വിചാരിച്ച മാതിരിയാണോ അതിലത്തെ വോട്ടിംഗ്? ഇത് ഞാൻ കണ്ടു ഇന്നലെ. ഞാൻ വോട്ട് ചെയ്തു. ന്യൂനപക്ഷങ്ങൾ ഗുരുവായൂർ മാത്രമൊന്നുമല്ല, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഈ മണലൂരുണ്ട്, ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഏറ്റവും കുറവുള്ളത് തൃശ്ശൂർ ടൗണിൽ, അവിടെ പോലും ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ 20,000 വോട്ടിനാണ് സുരേഷ് ഗോപി. അപ്പം നമ്മൾ ഇവരുടെ അടുത്തൊക്കെ നിൽക്കുന്ന നമ്മൾ നോക്കേണ്ടത് സ്നേഹത്തിൻ്റെ ഇത് കൊടുത്താൽ ആരും നമുക്ക് തിരിച്ചു തരും. കോൺഗ്രസ്സുകാരുടെ ഈ കള്ളക്കളി പൊളിച്ച്. തൃശൂർ മണ്ഡലത്തിൽ BJP നേടിയ വിജയം ഗൗരവത്തോടെ കാണുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മാതൃകയായ നമ്മുടെ നാട്ടിൽ BJP ആദ്യമായി ലോക്സഭാ മണ്ഡലം വിജയിച്ചത് വിമർശനാത്മകമായി വിലയിരുത്തേണ്ടതുണ്ട്. അതിന് മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളാകെ തയ്യാറാകേണ്ടതാണ്. ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചും മതനിരപേക്ഷ മൂല്യങ്ങൾക്കായി സമർപ്പണ ബോധത്തോടെ പ്രവർത്തിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വൻ വിജയം കരസ്ഥമാക്കിയ സുരേഷ് ഗോപിക്ക് ആശംസകൾ നേർന്ന് സിനിമാ ലോകം. സോഷ്യൽ മീഡിയയിലൂടെയാണ് സിനിമാ താരവും BJP നേതാവുമായ സുരേഷ് ഗോപിക്ക് അഭിനന്ദനം അറിയിച്ചത്. മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ്, ഉണ്ണിമുകുന്ദൻ, ഷമ്മി തിലകൻ, ഇടവേള ബാബു, ഭാമ, ബിജുക്കുട്ടൻ എന്നിവരെല്ലാം അഭിനന്ദനം അറിയിച്ചു. സുഹൃത്തും സഹപ്രവർത്തകനുമായ നടൻ സുരേഷ് ഗോപിക്ക് വേണ്ടി തയ്യാറാക്കിയ അഭിനന്ദന സന്ദേശം എന്നാണ് ബാലചന്ദ്ര മേനോൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ബാലചന്ദ്ര മേനോന്റെ വാക്കുകൾ ഇങ്ങനെ: ഇത് ഞാൻ എന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ നടൻ സുരേഷ് ഗോപിക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു അഭിനന്ദന സന്ദേശമാണ്. കാരണം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ, ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹം കൈവരിച്ച വിജയം തന്നെ. ആ വിജയം എങ്ങനെയോ അദ്ദേഹത്തിന് കരഗതമായതല്ല. 2 തവണ ശ്രമിച്ചു വിജയിക്കാതിരുന്നപ്പോൾ അദ്ദേഹം നിരാശനായി പിന്മാറിയില്ല. കഠിനമായ പരിശ്രമത്തിലൂടെ 3ാമതും കളത്തിലിറങ്ങി സുരേഷ് ആ ആഗ്രഹം പൂർത്തീകരിച്ചു.
BJPയെ പ്രതിനിധീകരിച്ചു കേരള സംസ്ഥാനത്തിന്റെ സാന്നിധ്യം ലോക്സഭയിൽ ആദ്യമായി അറിയിക്കാൻ കഴിഞ്ഞ മലയാളിയായ ജനപ്രതിനിധിയാകാനുള്ള ഭാഗ്യവും സുരേഷിന്റെ സ്വന്തം. അതിനു തന്നെയാണ് ഈ അഭിനന്ദന വചനങ്ങളും. അധികം പടങ്ങളിലൊന്നും ഞങ്ങൾ സഹകരിച്ചിട്ടില്ല. എന്നാൽ വിചിത്രമായ ഒരു പൊരുത്തം ഞങ്ങൾക്കിടയിലുണ്ട്. ക്ലാസ്മേറ്റ്സ്, റൂംമേറ്റ്സ്, കോളേജ് മേറ്റ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഞങ്ങളെ വേണമെങ്കിൽ അവാർഡ് മേറ്റ്സ് എന്ന് വിളിക്കാം. നല്ല നടനുള്ള ദേശീയ പുരസ്കാരം സമാന്തരങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ഞാൻ വാങ്ങിയപ്പോൾ കളിയാട്ടം എന്ന ചിത്രത്തിലൂടെ സുരേഷ് ഗോപിയും ആ അവാർഡ് പങ്കിടാൻ ഉണ്ടായിരുന്നു. അതൊരു അപൂർവമായ പൊരുത്തം തന്നെയാണല്ലോ. എന്തായാലും MP എന്ന ഈ പുതിയ ഉത്തരവാദിത്തം അങ്ങേയറ്റം കൃത്യതയോടെ നിർവഹിക്കാനുള്ള ശേഷിയും ആരോഗ്യവും സുരേഷിനുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളോടും എന്റെ പ്രത്യേകമായ സ്നേഹാന്വേഷണങ്ങൾ. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ബ്ലോക്ക് തല പരിസ്ഥിതി ദിനാചരണം അയ്യംകുളത്ത് നടന്ന ചടങ്ങിൽ വെച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഫലവൃക്ഷ തൈനട്ട് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് ഡിവിഷൻ അംഗം KM ചന്ദ്രൻ, വാർഡംഗം PS പ്രീജു, ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ രകേഷ് കുമാർ, ജോയിന്റ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ PR ലൗലി, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ സന്നിഹിതരായി. പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് ഗ്രാമപഞ്ചായത്തുകളിൽ വൃക്ഷത്തൈ നടുകയും പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു. കൊടകരയിലെ പഴക്കമേറിയ വൃക്ഷങ്ങളിലൊന്നായ കടുക്ക മരത്തിന്റെ സംരക്ഷണം പരിസ്ഥിതി ദിനത്തിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തു. ടൗണിലെ ഹൈസ്കൂൾ സ്റ്റേഡിയത്തിന് സമീപമുള്ള സ്ഥലത്താണ് 100 വർഷത്തിലേറെ പഴക്കമുള്ളതും അപൂർവമായതുമായ കടുക്കമരമുള്ളത്. പരിസ്ഥിതി ദിനത്തിൽ ഈ മരത്തെ ആദരിച്ചുകൊണ്ടാണ് സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കടുക്കമരച്ചൂട്ടിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ P സുരേന്ദ്രൻ, പരിസ്ഥിതി പ്രവർത്തകൻ M മോഹൻദാസ്, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, വൈസ് പ്രസിഡന്റ് KG രജീഷ് എന്നിവർ സന്നിഹിതരായി. ഒരു ചെറിയ ലെറ്റർ കൊടുത്തില്ല, കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഈ കടുക്ക മരുന്ന് കാണിച്ചു വെക്കണം. കാരണം കടുക്ക കാണാൻ പറ്റില്ല. അപൂർവമായ വിഷയമാണ്. കേരളത്തിൽ തന്നെ എത്ര കടുക്ക മരം ഉണ്ടെന്ന് ചോദിച്ചാൽ രുദ്രാക്ഷൊക്കെ ഇവിടെ കുറെ ഉണ്ട്, കടുക്കത്ത് വളരെ കുറവായിരിക്കും. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ നടന്ന ഫലവൃക്ഷ തൈ നടീലും വിതരണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര, ഹിമ ദാസൻ, ആൻസി ജോബി, പ്രീതി ബാലകൃഷ്ണൻ, കൃഷി ഓഫീസർ PR കവിത എന്നിവർ സംസാരിച്ചു. വേലുപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷം നടത്തി. വൃക്ഷത്തൈ നൽകിക്കൊണ്ട് പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പ്രേം ഷമീറും ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് M പീതാംബരനും ചേർന്ന് നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഷിജോ ഞെരിഞ്ഞാപ്പിള്ളി, പ്രധാനാധ്യാപകൻ ജോഫി C മഞ്ഞളി, PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ വത്സ ബിനോജ്, AS സുധീഷ്, ഫസ്റ്റ് അസിസ്റ്റന്റ് അഞ്ജു ജോസ്, സ്റ്റാഫ് സെക്രട്ടറി ജീസ് വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കനകമല സ്റ്റാർസ് ക്ലബിന്റെ പരിസരത്ത് ഫലവൃക്ഷ തൈകൾ നട്ടു. ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് കുയിലാടൻ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ജോയ് ചേരങ്ങാൻ, ട്രഷറർ ബിജു ചുള്ളി, ഷോജൻ D വിതയത്തിൽ, വർഗീസ് കളത്തിങ്കൽ, പീറ്റർ ആലങ്ങാട്ടുകാരൻ, ഷാജു ചങ്കൻ, ജോഷി മേനാച്ചേരി എന്നിവർ പ്രസംഗിച്ചു. നാടിന്റെ മുഖഭംഗി നിലനിർത്താനുള്ള യത്നത്തിൽ ഏർപ്പെടുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പരിസ്ഥിതി ദിനത്തിൽ ആദരം. കൊടകര GNVHS നടന്ന പരിസ്ഥിതി ദിനാചരണത്തിലാണ് വിദ്യാലയം ഉൾപ്പെട്ട പ്രദേശത്തെ ഹരിതകർമ്മ സേനാംഗങ്ങളായ സിന്ധു രവി, പ്രീത MC എന്നിവരെ ആദരിച്ചത്. വാർഡ് അംഗം CDCB പരിസ്ഥിതി ദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. SPC നോഡൽ ഓഫീസർ ജോയ് കോറേത്ത് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. PTA വൈസ് പ്രസിഡന്റ് AR മനോജ് കുമാർ, പ്രധാനാധ്യാപിക T ഷീല, പരിസ്ഥിതി ക്ലബ് കൺവീനർ രശ്മി ചന്ദ്രൻ, KV ആനന്ദു കൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു. ഇഞ്ചക്കുണ്ട് കുടിയേറ്റ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് പരിസ്ഥിതി ദിനത്തിൽ ഇഞ്ചക്കുണ്ട് ലൂർദുപുരം ഗവൺമെന്റ് സ്കൂളിലേക്ക് 75 ഫലവൃക്ഷ തൈകൾ ഏതൻ തോട്ടത്തിന്റെ സഹകരണത്തോടെ വിതരണം ചെയ്തു. ഇഞ്ചക്കുണ്ട് ബാങ്ക് വൈസ് പ്രസിഡന്റ് പ്രിൻസ് പാലക്കാട്ടുമലിൽ, റിൻഡോ കോച്ചേരി, പ്രകാശൻ അടിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. റിട്ടയർഡ് അധ്യാപകനും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനുമായ ശശികുമാർ മുഖ്യാതിഥിയായിരുന്നു.
കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ K പ്രസാദ് മാതൃഭാഷാ പ്രാധാന്യത്തെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ PP രാധാകൃഷ്ണൻ, മാതൃഭൂമി സർക്കുലേഷൻ എക്സിക്യൂട്ടീവ് നാരായണൻകുട്ടി, വിവേകാനന്ദ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രമാകൃഷ്ണൻകുട്ടി, മാനേജർ TK സതീഷ്, പ്രിൻസിപ്പാൾ റോഷൻ P നായർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇഞ്ചക്കുണ്ട് ലൂർദുപുരം ഗവൺമെന്റ് UP സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അംഗവും റിട്ടയർഡ് അധ്യാപകനുമായ KR ശശികുമാർ വൃക്ഷത്തൈ നട്ട് ദിനാചരണത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കുടിയേറ്റ ഗ്രാമമായ ഇഞ്ചക്കുണ്ടിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വജ്ര ജൂബിലി ആഘോഷ സംഘടന ഫലവൃക്ഷത്തൈകൾ സമ്മാനിച്ചു. തുടർന്ന് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ക്ലാസ് സംഘടിപ്പിച്ചു. കുട്ടികളുടെ പരിസ്ഥിതി വാരാഘോഷ പരിപാടികൾക്കും വിവിധ മത്സരങ്ങൾക്കും തുടക്കം കുറിച്ചു. OSA സെക്രട്ടറി AR പ്രകാശൻ, പ്രിൻസ് പാലക്കാട്ടുമലയിൽ, AK വിന്നി, മരിയ പോൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ലോക പരിസ്ഥിതി ദിനത്തിൽ പുതുക്കാട് വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബ് SN ഇംഗ്ലീഷ് മീഡിയം പ്രീ സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് PR വിജയകുമാർ, സെക്രട്ടറി KL സുരേഷ്, ട്രഷറർ സുരേഷ് കദളി എന്നിവർ നേതൃത്വം നൽകി. ആൻസി ആഡോൺ വൃക്ഷത്തൈ നട്ടു. കോപ്ലിപ്പാടം സെന്റ് ആൻസ് CLP സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ സിസ്റ്റർ ഷാൻറ്റി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബേബി കണ്ണമ്പടത്തി അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക സിസ്റ്റർ നവ്യ തെരേസ, അധ്യാപിക ജൂലിറ്റ്, വിദ്യാർത്ഥി ഈവ മരിയ എന്നിവർ സന്ദേശം നൽകി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഫ്യൂമ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചൊവ്വൂർ ട്രഡീഷണൽ ഫർണിച്ചർ ക്ലസ്റ്ററിൽ വെച്ച് വൃക്ഷത്തൈ നടീലും വൃക്ഷത്തൈ വിതരണവും നടത്തി. ഫ്യൂമ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം P പവിത്രൻ തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ജോസ് പോൾ വൃക്ഷത്തൈ നടീൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ക്ലസ്റ്റർ ചെയർമാൻ MJ വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ജോബി ജോർജ്, വൈസ് പ്രസിഡന്റ് റഷീദ് ഏറത്ത്, ജില്ലാ സെക്രട്ടറി ഹെൻറി പോൾ, ക്ലസ്റ്റർ MD ജോർജ് ആൻഡോ എന്നിവർ സന്നിഹിതരായി. കൊടും ചൂടും ജലക്ഷാമവും മൂലം മരുവൽക്കരണത്തിലേക്ക് നീങ്ങുന്ന പ്രകൃതിയെ സംരക്ഷിക്കാൻ കൊടകര ബ്ലോക്കിലെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾ ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് തുടക്കം കുറിച്ചു. പുതുക്കാട് പെൻഷൻ ഭവനിൽ ചേർന്ന യോഗം വനമിത്ര പുരസ്കാര ജേതാവ് VK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. KSSPU ജില്ലാ വൈസ് പ്രസിഡന്റ് P തങ്കം വൃക്ഷത്തൈ വിതരണം ചെയ്തു. KV രാമകൃഷ്ണൻ, TA വേലായുധൻ, KM ശിവരാമൻ, K സുകുമാരൻ, K സദാനന്ദൻ, KR നാരായണൻ, MK ശാന്തകുമാരി, ഫ്രാങ്കോ G മഞ്ഞളി, VB ശോഭനകുമാരി എന്നിവർ സംസാരിച്ചു. നിങ്ങളോ ലോകത്ത് രണ്ട് തരത്തിലുള്ള ആളുകളേ ഉള്ളൂ, ഒന്ന് കൊടുക്കുന്നവരും ഒന്ന് എടുക്കുന്നവരുമാണ്. അപ്പൊ അതില് അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത് വേറെ ഒരു വലിയ വിഭജനമാണ് ലോകത്തിൽ. അപ്പൊ ആദിവാസികളൊക്കെ തന്നെ ഭൂമിയിൽ നിന്ന് എടുക്കുന്നതിനേക്കാൾ ഏറെ അതിലേക്ക് നീയും തിരിച്ചു കൊടുക്കുക, റീസൈക്കിൾ എന്ന് പറയുന്നത് അല്ലെ, പുനഃചംക്രമണം. എന്താണോ നമ്മൾ എടുത്തത് അത് തിരിച്ചതിലേക്ക് വരണം അല്ലെ. ഇപ്പൊ ബാങ്കിന്റെ ആളുകൾ ബാങ്കോളം വരുമോ ബാങ്കിലിട്ടത്. പൂങ്കോത്ര ALP സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. കർഷകനായ അജയൻ മാനിയങ്കര ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ഷീജ, PTA പ്രസിഡന്റ് വിദ്യ പ്രസാദ് എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ ഇന്ദുജ, പ്രിയ, ബിന്ദു, ഷീല എന്നിവർ നേതൃത്വം നൽകി. വൃക്ഷത്തൈ നടീൽ, പോസ്റ്റർ നിർമ്മാണം, പരിസ്ഥിതി ക്വിസ് എന്നിവയും ചടങ്ങിൽ നടന്നു. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് ആസ്ഥാനത്ത് നടന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും സന്നിഹിതരായി. ചെങ്ങാലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ CC സോമസുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം പ്രീതി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് സജീവൻ കോമത്തുകാട്ടിൽ, പ്രധാനാധ്യാപകൻ തോമസ്, സീനിയർ അസിസ്റ്റന്റ് ലോല, സീനിയർ അധ്യാപിക TV ഗീത എന്നിവർ പ്രസംഗിച്ചു. വരന്തരപ്പള്ളി CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷ പരിപാടികൾ വിപുലമായി സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ
ഫാദർ ജെയ്സൺ കൂനമ്പ്ളാക്കൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ എം ബെജിൻ പ്രിൻസ്, പ്രധാനാധ്യാപകൻ ജോവൽ സി ജോസഫ്, PTA പ്രസിഡന്റ് PC ജോസ്, MPTA പ്രസിഡന്റ് ജിൻസി ബിജു, അധ്യാപകരായ ജൽമ കിഴക്കൂടൻ, ജമ്മ വർഗീസ്, ജെലിപ്സ് പോൾ എന്നിവർ സന്നിഹിതരായി. മണ്ണിൽ പൊന്നു വിളയിക്കാൻ പരിസ്ഥിതി ദിനത്തിൽ കാവലൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിലെ കുട്ടികൾ പാടത്തേക്കിറങ്ങി വിത്ത് വിതച്ചു. ജില്ലയിലെ മികച്ച നെൽ കൃഷിക്കാരനായ ജോഷി കൊമ്പന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾ കൃഷി ആരംഭിച്ചത്. ചേറിൽ നിന്ന് ചോറ് വിളയിക്കുന്നത് എങ്ങനെയെന്ന് അധ്യാപകർ കുട്ടികൾക്ക് വിശദീകരിച്ചു. കുഞ്ഞു കൈകൾക്ക് വിത്ത് വിതയ്ക്കാൻ കൂട്ടിനായി രക്ഷിതാക്കളും ഉണ്ടായി. PTA പ്രസിഡന്റ് മുഹമ്മദ് മൻസൂർ, പ്രധാനാധ്യാപിക K രമ, അധ്യാപകരായ ലിജോ ജോസ്, MB ബിന്ദു, VJ സൗമ്യ എന്നിവരും PTA അംഗങ്ങളായ ജാസ്മിൻ, വിബിത, റസീജ, ഫൈസൽ എന്നിവരും കുട്ടികളെ സഹായിക്കാനായി ഉണ്ടായിരുന്നു. ഇതുകൂടാതെ പച്ചക്കറി കൃഷി, പൂക്കൃഷി എന്നിവയ്ക്കും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി പെൻ ബോക്സ് എന്ന പേരിൽ ഒരു പ്രവർത്തനത്തിനും വിദ്യാലയത്തിൽ തുടക്കം കുറിച്ചു. ഈ മണ്ണ് ഇളക്കണത് എന്തിനാ? ഉറച്ച മണ്ണിൽ വേരോടുവോ? ഇല്ല. നമ്മളിനി അടുത്തത് വിത്ത് വിതയ്ക്കാൻ പോവാണ്. അപ്പൊ ഈ വിത്ത് വിതയ്ക്കുമ്പോ അതിന്റെ വേറെ ഇറങ്ങണമെങ്കിൽ മണ്ണ് നല്ലോണം ഇളകണം. പിന്നെ നെൽകൃഷിക്ക് വേണ്ടത് വെള്ളമാണ്. വെള്ളം നല്ലോണം വേണം. അപ്പൊ വെള്ളം ഉള്ളപ്പോ പൂട്ടി ചളിയാക്കി ഇട്ടിരിക്കുകയാണ്. ഇതിനാണ് നമ്മൾ വിത്ത് വിതയ്ക്കുക. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിലുള്ള മുനിയാട്ടുകുന്ന് സംരക്ഷണ സമിതിയും ഗവൺമെന്റ് ലോ കോളേജിലെ NSS യൂണിറ്റും നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റും പ്രജ്യോതി നികേതൻ കോളേജ് NSS യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാഘോഷം പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ K വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്തു. കുന്നുകൾ തണ്ണീർക്കുടങ്ങളാണെന്നും ഈ വർഷത്തെ അതിതീവ്ര വേനലിന്റെ പശ്ചാത്തലത്തിൽ ഈ തണ്ണീർക്കുടങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള അനിവാര്യതയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നും ഡോക്ടർ K വിദ്യാസാഗർ പറഞ്ഞു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് അംഗം റോസിലി തോമസ്, ലോ കോളേജ് സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാൻ നവീൻ ഘോഷ്, പ്രജ്യോതി നികേതൻ കോളേജ് ഹരിതസേന കോർഡിനേറ്റർ PP ജോസഫ്, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ ലിജി, വർഗീസ് ആന്റണി, AT ജോസ്, AT ജോൺ, VA ലിൻഡോ, KA അനീഷ് കുമാർ, മുനിയാട്ടുകുന്ന് സംരക്ഷണ സമിതി കൺവീനർ ES ഗിരീഷ്, പരിഷത്ത് മേഖലാ കമ്മിറ്റി അംഗം EK സത്യൻ എന്നിവർ പ്രസംഗിച്ചു. മുനിയാട്ടുകുന്നിലെത്തുന്ന സന്ദർശകർ ഉപേക്ഷിച്ചു പോകുന്ന പ്ലാസ്റ്റിക് സാമഗ്രികളും കുപ്പികളും സമാഹരിച്ച് വരന്തരപ്പള്ളി ഹരിതകർമ്മസേന കോർഡിനേറ്റർ ആര്യ ഉൾപ്പെടുന്ന സംഘത്തിന് കൈമാറി. മുനിയാട്ടുകുന്നിലെ അപൂർവ ഇനം ജൈവ വൈവിധ്യത്തെ രേഖപ്പെടുത്തി ബോർഡുകളിൽ വച്ചത് പരിപാലിക്കലും ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു. എല്ലാവർക്കും ഇന്ന് പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നു. ഇവിടെ ഈ മുനിയാട്ടുകുന്നിൽ ഇത്ര നല്ല രീതിയിൽ ഇത് സംഘടിപ്പിച്ച കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുപ്പടി യൂണിറ്റിന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. എല്ലാ പ്രാവശ്യവും വൃക്ഷത്തൈ വെക്കലാണ്. അതിന് വിഭിന്നമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി ഇവർ സംഘടിപ്പിച്ചത്. അതിൽ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്നത് നമ്മുടെ പരിസ്ഥിതി ശാസ്ത്രജ്ഞന് തന്നെ ഉദ്ഘാടന കർമ്മത്തിന് നമുക്ക് കിട്ടി. അതിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്നുള്ള ഒരു സന്ദേശത്തിലൂടെ മുദ്രാവാക്യത്തിലൂടെയാണ് UN അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം UNEP എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിസര സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളാക്കിയ ഒരു സമിതിയാണത്. UNEP എന്ന് പറയുന്നത്. UNEP ആണ് സാധാരണയായിട്ട് ഈ സന്ദേശങ്ങളൊക്കെ തന്നെ ലോകത്തിലെമ്പാടും പരിസ്ഥിതി ദിനം ആചരിക്കാനായിട്ട് മുന്നോട്ട് വയ്ക്കാറ്. സംരക്ഷണത്തിന്റെ പ്രാധാന്യം അതെങ്ങനെ വേണം, അത് എന്തു വേണം എന്ന് ഉദ്ഘാടന പ്രഭാഷണത്തില് നമ്മുടെ ഡോക്ടർ K വിദ്യാസാഗർ ഒരു പക്ഷേ ഇത് കുന്നല്ല, ഇത് കുടമാണ്, ഇത് ഒരു കുടമാണ്. അത് എന്തിന്റെ കുടമാണ് എന്ന് ചോദിച്ചപ്പോ ഇത് തണ്ണീരിന്റെ കുടമാണ്. അപ്പൊ കുന്നുകളെ തണ്ണീർക്കുടം എന്ന് വ്യാഖ്യാനിച്ച ആളാണ് മാഷ്. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായിട്ട് മുനിയാട്ടുകുന്നിൽ വൃക്ഷത്തൈ നടുകയും അതുപോലെ തന്നെ അത്യാവശ്യ കാര്യങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നമ്മൾ സംഘടിപ്പിക്കുകയും ചെയ്യുകയാണ്. അതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്
ബഹിരാകാശത്തേക്ക് റോക്കറ്റ് അയക്കാനുള്ള ഗവേഷണങ്ങൾക്കൊപ്പം മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന കുറേയേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും ഉണ്ടാകണമെന്ന് എഴുത്തുകാരൻ പി സുരേന്ദ്രൻ പറഞ്ഞു. കൊടകര പഞ്ചായത്ത് സംഘടിപ്പിച്ച ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഉദ്ഘാടനവും മാമ്പഴ ഗ്രാമം പ്രഖ്യാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ എം മോഹൻദാസിനെ പി സുരേന്ദ്രൻ ഉപഹാരം നൽകി ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കെ മുകുന്ദൻ, പഞ്ചായത്ത് അംഗം പ്രനില ഗിരീശൻ, പരിസ്ഥിതി പ്രവർത്തകൻ എം മോഹൻദാസ്, പഞ്ചായത്ത് സെക്രട്ടറി കെ ബിന്ദു എന്നിവർ പ്രസംഗിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മസേന പ്രവർത്തകർ, ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികൾ, അങ്കണവാടി ആശാ പ്രവർത്തകർ എന്നിവരെ ചടങ്ങിൽ സാക്ഷ്യപത്രം നൽകി ആദരിച്ചു. കാവലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കർഷകരുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി വ്യാഴാഴ്ച വൈകിട്ട് 5:30 അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് അംഗം പി എസ് പ്രീജുവിന്റെ അധ്യക്ഷതയിൽ ഒരു പ്രത്യേക യോഗം ചേരുന്നു. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, കാവല്ലൂർ, വട്ടനാത്തറ, പച്ചളിപ്പുറം, പൂക്കോട് പാടശേഖര കമ്മിറ്റി ഭാരവാഹികൾ, നാഷണൽ NGO കോൺഫെഡറേഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ കർഷകർ പങ്കെടുക്കണമെന്ന് സംഘാടകർ അറിയിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ 23ാം നമ്പർ അങ്കണവാടിയിലെ പ്രവേശനോത്സവവും ഉയർന്ന ക്ലാസുകളിലേക്ക് പോകുന്ന കുട്ടികൾക്കുള്ള യാത്രയയപ്പ് യോഗവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിൻസ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. മുൻ അംഗം സെലീന വർഗീസ്, കുടുംബശ്രീ വാർഡ് പ്രസിഡന്റ് അംബിക ചന്ദ്രൻ, റിട്ടയർഡ് അധ്യാപകൻ ഷാജു, വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ ജോർജ്, ചന്ദ്രൻ, ജോജോ, സന്തോഷ്, അങ്കണവാടി വർക്കർ വിനീത എന്നിവർ പ്രസംഗിച്ചു. ആശാ വർക്കർ ജിനി സൈമൺ കുട്ടികളുടെ ആരോഗ്യവും ശുചിത്വവും സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മുതിർന്ന കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പുതിയതായി കടന്നുവന്ന കുട്ടികൾക്ക് സമ്മാനങ്ങളും മധുര പലഹാരങ്ങളും നൽകി സ്വീകരിച്ചു. മണ്ണമ്പേട്ട 5ാം വാർഡിൽ പ്രവർത്തിക്കുന്ന ബാലവാടി മോഡൽ പ്രീ സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. വാർഡംഗം ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. SCDO സീന മുഖ്യാതിഥിയായിരുന്നു. പ്രവർത്തകരായ KM തങ്ക, TK ശോഭന എന്നിവർ സന്നിഹിതരായി. മറ്റത്തൂരിലെ പൊതുപ്രവർത്തകനായിരുന്ന PV പൗലോസ് മാസ്റ്ററുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ സാമൂഹ്യശ്രീ പുരസ്കാരങ്ങൾ വ്യാഴാഴ്ച സമ്മാനിക്കും. കൊടകര സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ രാവിലെ 9:30 നടക്കുന്ന ചടങ്ങിൽ മാധ്യമപ്രവർത്തകരായ ലോനപ്പൻ കടമ്പോട്, K പ്രസാദ് എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങും. കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം. വരുന്ന 5 ദിവസം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജില്ലയിൽ ശനിയാഴ്ച വരെയാണ് മഴയ്ക്ക് സാധ്യത. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇനി തൊഴിൽ വാർത്തകളും അറിയിപ്പുകളുമായി അവസരജാലകം. നമസ്കാരം. അവസരജാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് എന്തൊക്കെ അവസരങ്ങളും അറിയിപ്പുകളുമാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ബാങ്കിംഗ് സംബന്ധമായ പ്രോജക്റ്റുകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എന്നറിയിച്ചിരിക്കുന്നു. റിട്ടയർ ചെയ്തവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. 30 വയസ്സിന് മുകളിലുള്ളവരെയാണ് ഈ ജോലിക്കായിട്ട് പ്രതീക്ഷിക്കുന്നത്. മിനിമം യോഗ്യത SSLC ആണ് പറഞ്ഞിരിക്കുന്നത്. SSLCയും അതിനു മുകളിൽ എന്ത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ജോലി ചെയ്യാനായിട്ട് സാധിക്കും. പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ജോലി ചെയ്യാമെന്ന് അറിയിച്ചിരിക്കുന്നു. 2 ഫോൺ നമ്പറുകളാണ് കോൺടാക്ട് ചെയ്യാനായിട്ട് നൽകിയിരിക്കുന്നത്. 9496191197. മറ്റൊരു നമ്പർ 7510348997. തൃശൂർ നോർത്ത് ബസ് സ്റ്റാൻഡിലെ യൂണിക് എഡ്യൂകെയറിൽ രാത്രി 8 മണി വരെ നടക്കുന്ന ക്ലാസുകളിലേക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ അധ്യാപകരുടെ ഒഴിവുകളുണ്ട്. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ്. 2 ഫോൺ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. 9405801672. മറ്റൊരു ഫോൺ നമ്പർ 8075833868.
കൊടുങ്ങല്ലൂരിലെ CBSE സ്കൂളിൽ അറബിക്, മ്യൂസിക് എന്നീ വിഷയങ്ങളിൽ അധ്യാപക ഒഴിവുകളുണ്ട് എന്നറിയിച്ചിരിക്കുന്നു. ഭക്ഷണവും താമസവും ലഭിക്കുന്നതായിരിക്കും. ബയോഡാറ്റ അയക്കേണ്ട ഇമെയിൽ ID നൽകിയിട്ടുണ്ട്. hr.careers.school@gmail.com എന്ന ഇമെയിൽ IDയിലേക്കാണ് ബയോഡാറ്റ അയക്കേണ്ടത്. ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് 9496495516. കോണത്തുകുന്ന് ഒരു ക്ലിനിക്കൽ ലാബിലേക്ക് ലാബ് ടെക്നീഷ്യനെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8943063871. മെഡിക്കൽ ഷോപ്പിലേക്ക് ഫാർമസിസ്റ്റ് ട്രെയിനീസിനെ ആവശ്യമുണ്ട് എന്നറിയിച്ചിരിക്കുന്നു. അപ്പം ഫാർമസിയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ കഴിഞ്ഞിരിക്കുന്നവർ, കൂടുതൽ എക്സ്പീരിയൻസിന് ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഫോൺ നമ്പറുകൾ നൽകിയിരിക്കുന്നു 8943624564. ഒരു ഫോൺ നമ്പർ കൂടിയുണ്ട് 9061105795. ടയർ സെയിൽസ് ആൻഡ് സർവീസിംഗ് സ്ഥാപനമായിട്ടുള്ള ന്യൂ ഭാരത് ടയേഴ്സിലേക്ക് ഷോറൂം സെയിൽസ് മാനേജറെ ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു. ടാലി, ബില്ലിംഗ് സ്റ്റാഫ് എന്നിവരെയും ആവശ്യമുണ്ട്. അക്കൗണ്ടിംഗ് മേഖലയിൽ ടാലി അറിയുന്നവരെയും ബില്ലിംഗ് സ്റ്റാഫിനെയും ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു. ബന്ധപ്പെട്ട യോഗ്യതയുള്ളവർ, താല്പര്യമുള്ളവർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക 9809459999. ജർമ്മൻ ടീച്ചർ ആകാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് വന്നിരിക്കുന്നു. പഠനത്തോടൊപ്പം തന്നെ ജോലി ചെയ്യാനുള്ള അവസരമാണ് ഒരുക്കുന്നത്. ജർമ്മൻ ഭാഷ പഠിക്കുന്നതോടൊപ്പം ഭാഷ പഠിപ്പിക്കുകയും ചെയ്യാനുള്ള അവസരമാണ്. 10,000 രൂപ സ്റ്റൈപ്പൻഡോടുകൂടി ജർമ്മൻ ഭാഷ പഠിക്കാനായിട്ട് സാധിക്കും. IML അക്കാദമിയാണ് ഇതിനായിട്ടുള്ള അവസരം ഒരുക്കുന്നത്. 2 ഫോൺ നമ്പറുകൾ നൽകിയിരിക്കുന്നു, കോൺടാക്ട് ചെയ്യുക 9207732705. മറ്റൊരു നമ്പർ 9207732706. ഇത്രയുമാണ് ഇന്നത്തെ അവസര ജാലകത്തിലെ അറിയിപ്പുകളും അവസരങ്ങളും. കൂടുതൽ അറിയിപ്പുകളും അവസരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നമസ്കാരം. തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ HST സംസ്കൃതം തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. നിശ്ചിത യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പിയും സഹിതം വെള്ളിയാഴ്ച രാവിലെ 10-ന് HS വിഭാഗം ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ HS വിഭാഗത്തിൽ ക്ലാർക്ക് തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. നിശ്ചിത യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പിയും സഹിതം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2-ന് HS വിഭാഗത്തിൽ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 6660 രൂപ, പവന് 53,250 രൂപ. ചെങ്ങാലൂർ പട്ടിക്കാട്ടുകാരൻ പരേതനായ ലോനായി ഭാര്യ ത്രേസ്യാമ്മ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വേലുപ്പാടം കൊടുമ്പിലായി പറമ്പിൽ മേഴ്സി മാത്യു അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മിജോ, മിജി, മിന്റോ എന്നിവർ മക്കളും നീതു, ജോസ്, നീതു എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് തെക്കേത്തുറവ് കുറ്റിക്കാടൻ പരേതനായ പത്രോസ് ഭാര്യ ആലീസ് അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. ലിജോ, സിജോ, ബിജോ എന്നിവർ മക്കളും സജിത, ബബിത, നൈന എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ BJPയുടെ വിജയത്തിൽ ആരോപണ പ്രത്യാരോപണവുമായി മുന്നണികൾ. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ തോറ്റതിന് പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ പോര്. ലോക പരിസ്ഥിതി ദിനത്തിൽ നാടെങ്ങും വിപുലമായ പരിപാടികൾ. കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം. വരുന്ന 5 ദിവസം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.